മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ. അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പ്. ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണുന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം പൂർത്തിയായി. സംസ്ഥാനത്ത് ദേശീയപാത തകർന്ന വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന് കേന്ദ്രം. അടിയന്തര യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. തകർന്ന എല്ലാ റോഡുകളുടെയും റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം. തൃശൂരിൽ കനത്ത മഴയിലും കാറ്റിലും കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു. എറണാകുളത്ത് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുത്തു. കൊലയ്ക്ക് കാരണം കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. കൊലപ്പെടുത്താൻ ഏറെ നാളായി പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ്. പീഡനം അമ്മ അറിഞ്ഞിരുന്നില്ലെന്ന് പ്രാഥമിക നിഗമനം. റിപ്പോർട്ട് തേടി ദേശീയ വനിതാ കമ്മീഷൻ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി. 4 മാസത്തേക്ക് കൂടി തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. നടപടി തങ്ങളുടെ ഭാഗം കേൾക്കാതെയെന്ന CMRL നൽകിയ ഹർജിയിൽ. പാകിസ്ഥാനെ തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ. ജൂണിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിൽ പഹൽഗാം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ പാക് ഇന്റലിജൻസിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറും. ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്വീകരിച്ച നിലപാടിൽ പരോക്ഷ മുന്നറിയിപ്പുമായി രാജ്യം. ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണാനാവില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. അതിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറോട് 3 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരതയ്ക്കുള്ള ധനസഹായം എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കുന്ന സമിതിയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയാൽ ആഗോള സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാൻ പാകിസ്ഥാന് പിന്നീട് കഴിയില്ല. ജൂണിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ ഉന്നതതല സംഘം പങ്കെടുക്കും. പാകിസ്ഥാനെതിരായ തെളിവുകൾ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ. 2018 FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു പാകിസ്ഥാൻ. 2022 വിലക്ക് നീക്കിയത്. അതിനിടെ അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തെത്തി. ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഇന്ത്യ പാക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെ നിലപാട്. India is deeply appreciative for the support that has been extended by Japan as we have dealt with the tragedy that took place on the 22nd of April in Pahalgam in Jammu and Kashmir in India. While I welcome these statements, I also want to note for everybody's consideration that as we deal with the scourge that is terrorism, that doesn't distinguish and that impacts everybody in the world from time to time, that it is important not to equate the victim and the perpetrator of these attacks. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറോട് 3 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആരാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ലോകരാജ്യങ്ങൾ ഒരുപോലെ കാണുന്നത്? പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പിന്തുണയുമായി ഒരു രാജ്യവും വരാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളാണ് വിദേശകാര്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുക, ഒപ്പം അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഇന്ത്യ എടുത്തിട്ടുള്ള നടപടികൾ സൗഹൃദ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വിദേശ പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം പൂർത്തിയായി. ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് ദൗത്യസംഘം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ശ്രീരാജ് കൈമളുണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, ഇന്ത്യൻ ദൗത്യസംഘത്തിന്റെ UAE പര്യടനം പൂർത്തിയായിരിക്കുകയാണ്. സന്ദർശനത്തെക്കുറിച്ച് പ്രതിനിധി സംഘം പറയുന്നത്, വിശദീകരിക്കുന്നത് എന്തൊക്കെയാണ്?
അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷമുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങളടക്കമുള്ള പ്രതിനിധി സംഘം വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അതിൽ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് UAE-ലെത്തിയത്. അവർ ആ ദൗത്യ സംഘത്തിൻ്റെ സന്ദർശനം പൂർത്തിയായിരിക്കുന്നു. സന്ദർശനം പൂർണ്ണ വിജയമാണ് എന്നാണ് ഈ സന്ദർശനത്തിന് ശേഷം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദൗത്യ സംഘം വിശദീകരിക്കുന്നത്. ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടം വളരെ കൃത്യമായി UAE-ക്ക് മുമ്പിൽ വിശദീകരിക്കാനും ആ പോരാട്ടത്തിൽ UAE-യുടെ പിന്തുണ ഉറപ്പാക്കാനും ഈ സന്ദർശനം കൊണ്ട് സാധിച്ചു എന്ന് ദൗത്യ സംഘം വിശദീകരിച്ചു. UAE-യുടെ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ഒപ്പം UAE-യുടെ പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന ഫെഡറൽ നാഷണൽ കൗൺസിലിലെ അംഗങ്ങൾ, ഒപ്പം UAE-യിലെ പൗരസമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നിവരുമായൊക്കെ ദൗത്യസംഘം കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം പൂർണ്ണ വിജയമായിരുന്നു എന്ന് തന്നെ ദൗത്യസംഘം വിശദീകരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായുള്ള ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് വളരെ കൃത്യമായി UAE ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ UAE-യുടെ പിന്തുണ ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ UAE-യുടെ പിന്തുണ ഉറപ്പാക്കാനായും ഈ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ലോകവ്യാപകമായി നടത്താൻ ശ്രമിക്കുന്ന ചില വ്യാജ പ്രചരണങ്ങളെ അത്തരം പ്രചരണങ്ങളെ പൂർണ്ണമായും പൊളിച്ചെടുക്കാനും ഈ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ വ്യക്തികളുമായും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സുമായൊക്കെ ഈ ദൗത്യസംഘം കൂടിക്കാഴ്ച നടത്തി. സംഘത്തിൻ്റെ UAE-യിലെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഇവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, കോങ്കോ, സിയറ ലിയോൺ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഈ ദൗത്യസംഘം സന്ദർശനം നടത്താൻ പോകുന്നത്. ദുബായിൽ നിന്നും ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. ശരി, ശ്രീരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി തിരിച്ചടിച്ചുവെന്ന് ET മുഹമ്മദ് ബഷീർ MP. ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ അംഗമായതിൽ അഭിമാനിക്കുന്നുവെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇന്ത്യ വളരെ കറക്റ്റായിട്ടൊരു സമീപനം എടുത്തു. ഒരിക്കലും ഇന്ത്യക്ക് പാഴ്ച പറ്റിയിട്ടില്ല. ഇവരാദ്യത്തെ പഹൽഗാമിൽ ചെയ്ത സമയത്ത് ഇന്ത്യ പറഞ്ഞു, നോക്ക്, നിങ്ങൾ വിവരം അറിയാൻ വേണ്ടി പോവുകയാണ്, ശക്തമായിട്ട് നേരിടുന്ന പോലെ നിങ്ങൾ ഈ എന്താ പറയുക അണിമാജിനബിൾ ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ശക്തമായിട്ട് പറഞ്ഞു. ഏതാനും സമയം തന്നെ നിന്ന് കുറച്ച് അനങ്ങാതെ പിന്നെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചടിച്ചത് അതിശക്തമായിരുന്നു. ഇന്ത്യ ക്യാൻ ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ആ സ്വഭാവത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് മാത്രമല്ല, ഇത് വേറെ പ്രത്യേകത കൂടി നമ്മൾ കാണണം. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. സംസ്കാരങ്ങൾ, മതങ്ങൾ എല്ലാം. പക്ഷേ ഈ പ്രശ്നം വന്ന സമയത്ത് ഒരാത്മാവ് പോലെ, ഒരു ശരീരം പോലെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. പാർട്ടി തലത്തിൽ ആകാശച്ചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് വ്യോമപാത നിഷേധിച്ച് പാകിസ്ഥാൻ. ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ ഇൻഡിഗോ വിമാനമാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിലായത്. വിമാനം പിന്നീട് സുരക്ഷിതമായി ശ്രീനഗറിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുവെന്ന് DGCA വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് MPമാർ ഉൾപ്പെടെ 220-ലധികം യാത്രക്കാരുമായി പറന്നുയർന്ന ഇൻഡിഗോയുടെ 6E 2142 വിമാനമാണ് ആലിപ്പഴ വർഷത്തിനു പിന്നാലെ ആകാശച്ചുഴിയിൽപ്പെട്ടത്. ബുധനാഴ്ച അമൃതസറിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് സംഭവം. ഇതോടെ പൈലറ്റ് വ്യോമപാത ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനെ ബന്ധപ്പെട്ടു. ആവശ്യം നിരസിച്ചതോടെ നിശ്ചയിച്ചിരുന്ന പാതയിലൂടെ തന്നെ വിമാനം മുന്നോട്ടു പോയി. ഏറെ ആശങ്കകൾക്കൊടുവിൽ പൈലറ്റിന്റെ മനസാന്നിധ്യം കൊണ്ട് വിമാനം പിന്നീട് സുരക്ഷിതമായി ശ്രീനഗറിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു. വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് DGCA വ്യക്തമാക്കി. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചിരുന്നു. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചു. എന്നാൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നു. മനുഷ്യത്വരഹിതമായ നിലപാടാണ് പാകിസ്ഥാൻ തുടരുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്തെ ദേശീയപാതയുടെ തകർച്ചയിൽ കൂടുതൽ നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം ഇടതു സർക്കാരിന് മുകളിൽ കെട്ടിവെക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും NH അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ഏകോപനവും ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു.
സംസ്ഥാനത്ത് ദേശീയപാത 66-ൽ പലയിടത്തും വിള്ളലുണ്ടായതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം കരാർ കമ്പനികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ദേശീയപാതയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള പഴിചാരൽ സംസ്ഥാന നേതാക്കൾക്കിടയിൽ തുടരുകയാണ്. ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ആദ്യം ശ്രമം നടന്നതെന്നും DPR മാറ്റിയതായുള്ള കേന്ദ്രമന്ത്രിയുടെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അസംബന്ധം പറയാണ് ഒരിക്കും അങ്ങനെ വലിയ പ്രൊജക്ടിൻ്റെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന DPR തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണോ DPR തയ്യാറാക്കുന്നത്? BJPക്ക് വലിയ തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയ കമ്പനിക്കാണ് നിർമ്മാണത്തിന്റെ കരാർ നൽകിയത്. ശരിയായ പരിശോധന നടത്തി NHന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ പേരിൽ റോഡ് നിർമ്മാണം വൈകാൻ പാടില്ല, എങ്ങനെയെങ്കിലും വൈകി കിട്ടണമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. അതേസമയം NH നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ഏകോപനവും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. റീൽസ് എടുക്കലും ക്രെഡിറ്റ് എടുക്കലും മാത്രമാണ് നടന്നത്. വിള്ളലുള്ള ഭാഗത്തു പോയി പൊതുമരാമത്ത് മന്ത്രി റീൽസ് എടുത്താൽ കുറെ കൂടി മനോഹരമായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സമ്മതിച്ചില്ല, ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടുന്നത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തണ്ട. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേശീയപാതയിൽ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും വിള്ളലുകൾ. ചെറുകുളത്തെ അടിപ്പാതയിൽ ഗർഡറുകൾ ചേരുന്ന ഭാഗത്തെ സിമന്റ് പാളികൾ അടർന്നു മാറി. അതേസമയം തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ താൽക്കാലികമായി അടച്ചു. 400 മീറ്റർ നീളത്തിൽ വിള്ളൽ വീണ ഭാഗമാണ് ടാർ ഉപയോഗിച്ച് അടച്ചത്. എന്നാൽ കനത്ത മഴയിൽ അപകടമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ദേശീയപാതയിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. തിരുവങ്ങൂർ ഭാഗത്ത് 400 മീറ്ററോളമാണ് ദേശീയപാതയിൽ വിള്ളലുണ്ടായത്. നിലവിൽ വിള്ളൽ ദേശീയപാത അതോറിറ്റി അധികൃതർ അടച്ചുവെങ്കിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ദേശീയപാതയുടെ ഈ ഭാഗത്ത് നിലവിൽ സർവീസ് ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കാണ് വിള്ളൽ ഭീഷണിയായിരിക്കുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ താറിൻ്റെ ഭാഗം മാത്രമേ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു, താറിൻ്റെ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് സർവീസ് റോഡാണുള്ളത്, അവിടെ വീടുകളുണ്ട്, യാത്രക്കാർ പോകുന്ന വഴിയാണ്, പിന്നെ മാത്രമല്ല കടകളുണ്ട്. ഇത് പൊട്ടി അങ്ങോട്ട് വീണാൽ വലിയൊരു അപകടം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഇവിടെ വർക്ക് വകാഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വർക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇതിന് നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പം ഈ വകാഡ് എന്ന് പറയുന്ന ഇവരെ കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും അവർ ഓഫീസിൽ പോയി NHAയുടെ ഓഫീസിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ അവർ കൃത്യമായ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല. രാമനാട്ടുകര ബൈപ്പാസിൽ അമ്പലപ്പടി ഭാഗത്താണ് അടിപ്പാതയുടെ മുകൾ ഭാഗത്ത് വിള്ളൽ ദൃശ്യമായിട്ടുള്ളത്. വിള്ളലിലൂടെ മഴവെള്ളം ഒലിച്ചു വരുന്നുണ്ട്. എന്നാൽ ഗർഡറുകൾ വെച്ചതിന്റെ ഭാഗമായുള്ള വിടവ് മാത്രമാണുള്ളതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ അപാകതകൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൃത്യമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സ്ഥലത്തെ ഭൂമിയുടെ സാഹചര്യങ്ങൾ അറിയാത്ത ആളുകൾ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും തിരിച്ചടിയാകുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. ഇവിടുത്തെ മണ്ണിനെ പറ്റി അറിയാത്തൊരു ഗ്യാങ്ങാണ് ഇവിടെ വന്നിട്ട് പണിയെടുത്തത്. അതൊന്നാമത്തെ വശം. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. ഏത് കാലാവസ്ഥയിൽ എങ്ങനെ സംഭവിക്കുമെന്നും അറിയാത്ത ടീമാണോ പണിയെടുത്തത്. ഒന്നാമത് പരിശോധിക്കുക തന്നെ വേണം. അല്ലാണ്ട് ഇത്രയും ജനങ്ങളും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ ചെറിയ കുട്ടികളുടെ സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, +2 ഉണ്ട്, ഒട്ടൊക്കെ സ്കൂളുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഏതായാലും താൽക്കാലിക പരിഹാരമാകുന്നുണ്ടെങ്കിലും ആശങ്കകൾ മുഴുവനായും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കുമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ചാവക്കാട് മണത്തല മേൽപ്പാലത്തിലെ റോഡിൽ വിള്ളലുണ്ടായ സ്ഥലം വിദഗ്ധ സമിതി സന്ദർശിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകി. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചതെന്നത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി സാമ്പിൾ ശേഖരിക്കാനാണ് തീരുമാനം. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കും വരെ പണി താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയും കലക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘവും മണത്തല മേൽപ്പാലത്തിലെ വിള്ളലുണ്ടായ സ്ഥലം സന്ദർശിച്ചത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത ആവശ്യമെങ്കിൽ മണത്തലയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള പദ്ധതി പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളടക്കം സർവീസ് റോഡിൽ നിന്നും തിരിച്ചുവിടുന്നതിനുള്ള പ്ലാനാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്നാണ് മണത്തല മേൽപ്പാലത്തിൽ റോഡിൽ ഏകദേശം 50 മീറ്ററോളം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്.
ഇതിന് പിന്നാലെ ബുധനാഴ്ച വൈകുന്നേരമാണ് വിള്ളലുണ്ടായ ഭാഗം റീടാർ ചെയ്തത്. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ താൽക്കാലികമായി പണി നിർത്തിവെച്ചിരിക്കുകയാണെന്ന് കളക്ടർ അറിയിച്ചു. അതേസമയം ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടക്കുന്ന ഉപവാസ സമരം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ദേശീയപാതാ വിഷയത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഇടപെടലുകളെ പ്രശംസിച്ച് ടി മുഹമ്മദ് ബഷീർ MP. വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കേന്ദ്രമന്ത്രി ഫലപ്രദമായി ഇടപെട്ടുവെന്ന് ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. മഹാദുരന്തമാകുമായിരുന്നൊരു സംഗതിയത്. കാരണം ഇവർ അതിൽ ചെയ്തൊരു സംഗതി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് വലിയ തോതിലുള്ളൊരു മാറ്റമല്ലേ. ആ മാറ്റം വരുന്ന സമയത്ത് അതിൻ്റെ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് മാത്രമല്ല, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലമാണ്. ഈ മഴ കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇത് വരുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം ഉണ്ടായിരിക്കും. അതിങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അതാണല്ലോ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ അവരാ വൈദഗ്ധ്യം, നമുക്കില്ലല്ലോ ആ വൈദഗ്ധ്യം. ആ വൈദഗ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ട് മുൻകരുതലുകൂടി ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല, കാഷ്വലായിട്ട് എടുത്തു എന്നാണ് ഇത് തെളിയിക്കുന്നൊരു സംഗതി. അപ്പോൾ അത് വന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഇടപെടാൻ കഴിഞ്ഞു. മിനിസ്റ്റർ, ഞാൻ അക്കാര്യത്തിൽ മിനിസ്റ്റർ എടുത്ത സമീപനത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ വന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് അപ്പുറത്ത് അവരുടെ സെക്രട്ടറി ഉണ്ട്, പോരാത്തതിന് നമ്മൾ കേരളത്തിന് ചുമതല വഹിക്കുന്ന ആളുണ്ട്, അദ്ദേഹം അവിടെ ലൈനിലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതും എന്നെ കേൾപ്പിച്ചുകൊണ്ടാണ് മിനിസ്റ്റർ സംസാരിച്ചത്. മിനിസ്റ്റർ സംസാരിച്ചിട്ട് കൃത്യമായിട്ട് നിലപാട് ഇതിൽ പറഞ്ഞു. അത് നിങ്ങൾ വായിച്ചിട്ട കാര്യമാണ്. അതായത് ഈ ആരാണ് കരാറുകാരനെന്ന് ചോദിച്ചു. ഒരു വൺ റെഡ്ഡി എന്നൊരു പേര് പറഞ്ഞു. കരാറുകാരൻ്റെ പേരിൽ മാതൃകാപരമായ നടപടി ഡിബാർ ചെയ്യണം. ഇതിൽ ബാങ്കിൻ്റെ ഗ്യാരണ്ടി കൊടുത്ത അടക്കമുള്ള കാര്യം ഹോൾഡ് ചെയ്യണം. അത്തരത്തിൽ ശക്തമായിട്ട് നിലപാടെടുക്കണം. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യം ഇതാക്കണം. പിന്നെ ടെക്നിക്കൽ കമ്മിറ്റി IIT ചെറിയ IIT എക്സ്പേർട്സിനെ വെച്ചിട്ട് ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇനി ദൂരവ്യാപകമായിട്ട് എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ അല്ലെ സാധ്യത ഉണ്ടോ എന്നും കൂടി പരിശോധിക്കണം. അപ്പം നല്ലൊരു റെസ്പോൺസ് വന്നു. തെറ്റ് അവരുടെ ഭാഗത്ത് വന്നു, അതോറിറ്റീൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട്. അത് നാട്ടിലെ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിങ്ങനെ അപകടത്തിലാണ് പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ സാങ്കേതിക തടസ്സം പറഞ്ഞിട്ട് ഒഴിവാകുകയാണ് ചെയ്തത്. എന്നാൽ അതല്ല, അവർ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. മാത്രമല്ല ഈ എടുത്ത തീരുമാനങ്ങൾ ഗൗരവമുള്ള തീരുമാനങ്ങളാണ്. ഇനി അതിൻ്റെ ഫോളോ അപ്പിലും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉത്സാഹിക്കും. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ കാലവർഷം 2 ദിവസത്തിനകം കേരള തീരത്തെത്തുമെന്നും അതിന്റെ മുന്നോടിയായാണ് മഴ തുടരുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കണ്ണൂരും കാസർഗോഡും കൂടാതെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 7 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഞായറാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 214.4 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതിനെയാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മഴവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അതിതീവ്ര ന്യൂനപക്ഷം രൂപപ്പെടുന്നതിനാൽ കാലവർഷം താമസിയാതെ കേരള തീരത്തെത്തുമെന്നും അതിന്റെ ഭാഗമായാണ് മഴയെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണ്. നാളെ മുതൽ 3 ദിവസം ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജില്ലാ ഭരണകൂടത്തോട് ജാഗ്രത പുലർത്താൻ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള 1200 നഴ്സുമാർ കൂടി എത്തും. ഇവരിൽ 125 പേരുടെ ആദ്യ ബാച്ച് ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് കുവൈറ്റിലെ പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച എത്തേണ്ടിയിരുന്ന ആദ്യ ബാച്ച് താമസ സൗകര്യമൊരുക്കുന്നതിൽ താമസം നേരിട്ടതാണ് എത്തുവാൻ വൈകിയത്. അടുത്തുതന്നെ 1200 നഴ്സുമാർ കൂടി കുവൈറ്റിലെത്തുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇപ്പോൾ കുവൈറ്റിലേക്ക് ടൂറിസ്റ്റ്, ബിസിനസ്, പ്രൊഫഷണൽ, മറ്റ് വിസകൾ എന്നിവ ലഭ്യമാണ്. ഇതിനാൽ സമീപ ഭാവിയിൽ മറ്റു മേഖലകളിലേക്കുള്ള കൂടുതൽ തൊഴിലാളികൾ കൂടി കുവൈറ്റിലെത്തുമെന്നാണ് റിപ്പോർട്ട്.
കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെയും കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിൽ റിഹ്ല എ ദോസ്തി എന്ന പേരിൽ ഒരു പ്രദർശനവും സംഭാഷണ പരമ്പരയും സംഘടിപ്പിച്ചു. ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിന്റെ 250 വർഷം അടയാളപ്പെടുത്തുന്നതാണ് പ്രദർശനം. കുവൈറ്റ് നാഷണൽ സെന്റർ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ ജസാറാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. കുവൈത്ത് ഹെറിറ്റേജ് സൊസൈറ്റി പ്രസിഡന്റ് ഫഹദ് അൽ അബ്ദുൽ ജലീൽ, ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സൗക്യ എന്നിവരും മറ്റു വിശിഷ്ട അതിഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം ആഴത്തിലുള്ള ധാരണയുടെയും സാംസ്കാരിക കൈമാറ്റത്തിൻ്റെയും ഒരു സവിശേഷ മാതൃകയാണെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹമ്മദ് അൽ ജസാർ പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സംസ്കാരത്തിനും കലയ്ക്കുമുള്ള പങ്കിനെ അദ്ദേഹം ഊന്നി പറഞ്ഞു. 1775 കുവൈറ്റിൻ്റെ കപ്പൽ ആദ്യമായി ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ എത്തിയെന്നും അതിനുശേഷം കുവൈറ്റികൾ പടിഞ്ഞാറിനും കിഴക്കിനുമിടയിൽ വിപുലമായ വ്യാപാര ഗതാഗത ശൃംഖല സ്ഥാപിച്ചുവെന്നും വളരുന്ന സാമ്പത്തിക ബന്ധങ്ങൾ കാരണം കുവൈറ്റിനെ ഒരു പ്രധാന വ്യാപാര പാതയാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പാനൽ ചർച്ചയിൽ ഇന്ത്യയുമായി ചരിത്രപരമായി ആഴത്തിൽ ബന്ധമുള്ള പ്രമുഖ വ്യാപാരി കുടുംബങ്ങളായ ഇബ്രാഹിം അബ്ദുൽ ലത്തീഫ് അൽ ഇബ്രാഹിം, സുലൈമാൻ അബ്ദുൽ മൊഹസിൻ അൽ ഖമീസ്, അബ്ദുൽ ലത്തീഫ് അൽ റസാഖ് എന്നിവരും പങ്കെടുത്തു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യയുമായുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ കഥകളും അവർ പങ്കുവച്ചു. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദിയിൽ വാഹനങ്ങളിൽ കറങ്ങി വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തുന്ന 4 അംഗ സംഘത്തെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സാധാരണ മോഷ്ടിച്ച് വാഹനത്തിലാണ് കറങ്ങുന്നത്. സൗദി യുവാക്കളാണ് അറസ്റ്റിലായത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം കവരുകയാണ് സംഘം ചെയ്തിരുന്നത്. ചോദ്യം ചെയ്യലും തെളിവ് ശേഖരിക്കലും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി റിയാദ് പോലീസ് അറിയിച്ചു. സൗദിയിൽ ഉൽപ്പാദനം കൂടാതെ ഏറ്റവും കൂടുതൽ കാറുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി എന്ന് സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് പറഞ്ഞു. ഖത്തർ ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൗദി അറേബ്യയുടെ ഭാവി ചിന്തയെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം എണ്ണ ഇതര കയറ്റുമതി ഏറ്റവും ഉയർന്ന തോതിലെത്തി. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ എണ്ണ ഇതര കയറ്റുമതിയുടെ പങ്ക് 16% നിന്ന് 25% വളർച്ച കൈവരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി അതിക്രൂര പീഡനത്തിന് ഇരയായ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. കുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ട മൂഴിക്കുളം പാലത്തിന് സമീപത്തെത്തിച്ച് അതീവ ജാഗ്രതയോടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ചോദ്യം ചെയ്യലിൽ കുട്ടി പീഡനത്തിന് ഇരയായ വിവരം അറിയില്ല എന്ന് അമ്മ ആവർത്തിച്ചു. കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കുടുംബ ബന്ധത്തിലുണ്ടായ തർക്കങ്ങളും കുട്ടിയോട് അച്ഛൻ്റെ കുടുംബക്കാർ കാട്ടിയിരുന്ന അമിതമായ താല്പര്യങ്ങളുമാണ് കുട്ടിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് അമ്മയുടെ മൊഴി. കുട്ടിക്ക് അച്ഛൻ്റെ കുടുംബക്കാരോടുണ്ടായിരുന്ന ഇഷ്ടം അമ്മയെ നിരാശപ്പെടുത്തിയിരുന്നു. കുട്ടി തൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നതായും അമ്മ പറയുന്നു. കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തിയിരുന്നെന്നും രണ്ടാനമ്മയുടെ കീഴിൽ കുട്ടി എങ്ങനെ വളരുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു എന്നുമാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കുടുംബത്തിൻ്റെ വാദം പോലീസ് തള്ളി. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക വിഷമം ഉണ്ടായിരുന്നുവെന്നും അതിലപ്പുറം ഗൗരവകരമായ മാനസിക പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കി. ഉന്നത വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അമ്മയെ ചോദ്യം ചെയ്യുന്നത്. കുട്ടി നേരിട്ടിരുന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയില്ല എന്ന് അമ്മ ആവർത്തിച്ചു. എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. 5 ദിവസമാണ് അമ്മയുടെ കസ്റ്റഡി കാലാവധി. ഇതിനിടയിൽ വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന്റെ ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി. നാഷണൽ ലെവൽ ഇന്റർ കൊളേജിയേറ്റ് മൾട്ടിഫെസ്റ്റ് വിദ്യുത് 2025 അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ സംഘാടന മികവിലൂടെ നടത്തപ്പെടുന്ന വിദ്യുത് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയതല മൾട്ടിഫെസ്റ്റിന്റെ ഭാഗമായി 25ഓളം സാങ്കേതിക ശില്പശാലകൾ, മത്സര ഇനങ്ങൾ, ഡ്രോൺ വർക്ക്ഷോപ്പ്, ഹാക്കത്തോൺ, പ്രഭാഷണ പരമ്പരകൾ എന്നിവയുൾപ്പെടെ 70-ലധികം ഇവന്റുകളാണ് അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മൾട്ടിഫെസ്റ്റിൽ 5000-ലധികം പേർ പങ്കെടുക്കും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടെക്നോളജി ഇന്നൊവേഷൻ വിഭാഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ വേണുഗോപാൽ മൾട്ടിഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബാംഗ്ലൂർ ഇൻഫോസിസ് നോളജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് എസ് രാമചന്ദ്രൻ, തെങ്കാശി സെമി കണ്ടക്ടേഴ്സ് സിഇഒ അനന്തൻ അയ്യാസ്വാമി,
സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് അതർ ഡിസബിലിറ്റീസ് റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജി വിജയരാഘവൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത പാനൽ ചർച്ചയും പ്രഭാഷണവും നടന്നു. ചടങ്ങിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ്.എൻ. ജ്യോതി എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ സംഘാടന മികവിലൂടെ നടത്തപ്പെടുന്ന വിദ്യുത് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണെന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ പറഞ്ഞു. ഇപ്പോൾ കുറേ കോളേജിലുണ്ട് ഇങ്ങനെ ടെക് ഫെസ്റ്റ്. പക്ഷേ അമൃതന് വരുമ്പോൾ ഇത് അമ്മയുടെ സ്ഥാപനമാണ്. അപ്പോൾ ഒരു വാല്യൂസ്, തീർച്ചയായിട്ടും ഒരു വാല്യൂസ്, സോഷ്യൽ എംഫസിസ്, കമ്പാഷൻ ടുവേർഡ്സ് സൊസൈറ്റി അതുമുണ്ട്. സോ വി ഹാവ് സം സ്റ്റാൻഡേർഡ്സ്, we have certain values we keep up, even the events, even the cultural events, even the nature of the events that we do, we keep up some values. കൂടാതെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും വിദ്യുത് 2025ന്റെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ നടക്കും. 5th സ്ട്രോക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ഓട്ടോ എക്സ്പോ വിദ്യുതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വാഹനങ്ങളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കും. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. മാസപ്പടി കേസിൽ SFIO അന്വേഷണ നടപടികൾ 4 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. നേരത്തെ CMRL കേസിലെ റിപ്പോർട്ട് 2 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതാണ് ഹൈക്കോടതി 4 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. ഇതോടെ മാസപ്പടി കേസിലെ SFIO അന്വേഷണം താൽക്കാലികമായി വഴിമുട്ടി. ദുബായിലെ മലയാളി ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം ഇക്കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് ഉഗ്രനൊരു സർപ്രൈസ് കൊടുത്തു. സൂപ്പർ ഹിറ്റ് സിനിമ ഫ്രാഞ്ചൈസിയായ മിഷൻ ഇംപോസിബിൾ സീരീസിലെ അവസാന സിനിമ കാണാനെത്തിയ ദുബായ് അബ്രേക്കോ ഫ്രൈറ്റ്സ് എന്ന സ്ഥാപനത്തിലെ 200ഓളം വരുന്ന ജീവനക്കാർക്ക് ലഭിച്ചത് VIP സ്വീകരണമാണ്. സൂപ്പർ ഹിറ്റ് സിനിമ ഫ്രാഞ്ചൈസി മിഷൻ ഇംപോസിബിൾ സിനിമകളിലെ അവസാന ചിത്രമെന്ന പ്രത്യേകതയോടെ എത്തിയ മിഷൻ ഇംപോസിബിൾ ദി ഫൈനൽ റെക്കണിംഗ് കാണാൻ എത്തുമ്പോൾ അബ്രേക്കോ ഫ്രൈറ്റ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ കരുതിയില്ല അത് തങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സുന്ദര മുഹൂർത്തമായിരിക്കുമെന്ന്. കമ്പനി CEO മുഹമ്മദ് ഷാജി സ്നേഹപൂർവ്വം കുറച്ചുപേർക്ക് നൽകിയ ടിക്കറ്റുമായി സിനിമ കാണാനെത്തിയവർ അമ്പരന്നു. കമ്പനിയിൽ തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെല്ലാം അതേ സിനിമ കാണാൻ എത്തിയിരിക്കുന്നു. ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു സർപ്രൈസ് മാനേജ്മെന്റ് തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് സർപ്രൈസ് ഫോർ us. ഒരുമിച്ച് വരുന്ന റൂംമേറ്റ്സിന് പോലും അറിയില്ല. ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ എത്രത്തോളം ഒരു എത്തിക്കൽ സീക്രറ്റ്സ് അവർക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു ടാസ്ക് കൂടിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിൽ എല്ലാവരും സക്സീഡ് ആയിട്ടുണ്ട്. വി ആർ സോ ഹാപ്പി ടു ബി ഹിയർ. ആഹ്ലാദവും അതിശയവും അവിടം കൊണ്ടും അവസാനിച്ചില്ല. മിഷൻ ഇംപോസിബിൾ പ്രദർശിപ്പിക്കുന്ന 200ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ദുബായ് അൽഗുറൈർ സെന്ററിലെ തിയേറ്ററിലേക്ക് അബ്രേക്കോ ജീവനക്കാരെയെല്ലാം വരവേറ്റത് റെഡ് കാർപ്പറ്റിലൂടെ. എല്ലാവർക്കും ഇഷ്ടം പോലെ സൗജന്യ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും. സിനിമ തുടങ്ങും മുൻപ് കമ്പനി ഒരുക്കിയ സർപ്രൈസിനെ കുറിച്ച് അവതാരിക സംസാരിക്കുന്നു. ഇതൊക്കെ കവർ ചെയ്യാൻ അമൃത TV ന്യൂസ് സംഘവും. ഒടുവിൽ സിനിമ തുടങ്ങും മുൻപ് ഷാജിക്ക എന്ന് എല്ലാ ജീവനക്കാരും സ്നേഹത്തോടെ വിളിക്കുന്ന കമ്പനി CEO മുഹമ്മദ് ഷാജി അതാ ബിഗ് സ്ക്രീനിൽ എത്തുന്നു. ആവേശം അണപൊട്ടിയ നിമിഷങ്ങൾ. 2026ഓടെ കരസ്ഥമാക്കണമെന്ന നിർദ്ദേശത്തോടെ ഒരു വലിയ ലക്ഷ്യമാണ് ജീവനക്കാർക്ക് മുഹമ്മദ് ഷാജി കൊടുത്തത്. ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാവുന്ന ലക്ഷ്യം. എങ്കിലും ആ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ, ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് ആവേശം പകരാനാണ് മിഷൻ ഇമ്പോസിബിൾ സിനിമ കൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ഒരുക്കിയത്. പിടിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യം എത്തിപ്പിടിക്കുന്ന സമയത്തുണ്ടാവുന്ന കോൺഫിഡൻസ്, നിങ്ങളെ തിരിച്ചറിയുന്ന ദിവസം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. EOM, everyone matters. Of course, my dear applicants, we will definitely reach. We know how to reach. You guys can do that. ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ആ ടാർഗറ്റ് പോസിബിൾ ആക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് അബ്രേക്കോ ഫ്രൈറ്റ്സിലെ ജീവനക്കാർ തിയേറ്റർ വിട്ട് ഇറങ്ങിയത്. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. അറിവും ആനന്ദവും ആഘോഷവും ഒക്കെയായി അമൃത TV സംഘടിപ്പിച്ച കളിയിലൽപ്പം കാര്യം എന്ന സമ്മർ ക്യാമ്പിന് സമാപനമായി. കളരിയും മാജിക്കും സംഗീതവും ഒത്തുചേർന്നതായിരുന്നു നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പിന്റെ 2ാം ദിനം. ശാരീരികമായും മാനസികമായും ഉന്മേഷവും ഉല്ലാസവും നൽകുന്ന നിരവധി വിഷയങ്ങളിലാണ് പ്രമുഖർ കുട്ടികൾക്ക് അവബോധമുണ്ടാക്കിയത്. ആയോധന കലയായ കളരിയുടെ വിവിധ മുറകൾ പരിചയപ്പെടുത്തിയത് അഗസ്ത്യം കളരിപ്പയറ്റിലെ മഹേഷ് ഗുരുക്കളാണ്. മാജിക്കിന്റെ അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ മജീഷ്യൻ മനു പൂജപ്പുരയുടെ മാജിക് ഷോയും ക്ലാസും കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി.
ആരോഗ്യമുള്ള ഭക്ഷണശീലങ്ങൾ തിരിച്ചറിയാൻ ഡോക്ടർ ഹരിപ്രിയ നടരാജന്റെ ക്ലാസ് കുട്ടികൾക്ക് പ്രയോജനകരമായി. ഡിജിറ്റൽ കാലത്ത് മോജോ ജേർണലിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വാർത്തകളിലെ ശരിയും തെറ്റും തിരിച്ചറിയണമെന്നതും അമൃത TV സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ വിശദീകരിച്ചു. വാർത്ത അവതരിപ്പിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ആവേശത്തോടെയാണ് കുട്ടികൾ മുന്നോട്ട് വന്നത്. അമൃത TVയുടെ ഒരു സമ്മർ ക്യാമ്പ് മനോഹരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നണി ഗായിക അഖില ആനന്ദ് കുട്ടികളുമായി സംവദിക്കുകയും അവരുടെ ഇഷ്ടഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തതോടെ 2 ദിവസത്തെ ക്യാമ്പിന് അത്യന്തം ആഹ്ലാദകരമായ സമാപനം. അമൃത TV HR സീനിയർ മാനേജർ രാധിക, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സീനിയർ മാനേജർ പ്രകാശ് ബാബു, ഡെപ്യൂട്ടി മാനേജർ ടൈം സെയിൽസ് ഇന്ദുലേഖ തുടങ്ങിയവർ ക്യാമ്പിലെത്തിയ വിശിഷ്ടാതിഥികളെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പേസർ മുഹമ്മദ് ഷമിയെ പരിഗണിക്കില്ലെന്ന് റിപ്പോർട്ട്. പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം IPLിലൂടെ തിരിച്ചെത്തിയെങ്കിലും ഷമിക്ക് നീണ്ട സ്പെൽ എറിയാനുള്ള മാച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് BCCI മെഡിക്കൽ ടീം അറിയിച്ചതോടെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് ഷമിയെ പരിഗണിക്കേണ്ടെന്ന് സെലക്ടർമാർ തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുഹമ്മദ് ഷമിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗിനെയോ അൻഷുൽ കമ്പോജിനെയോ പകരം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.